ഹായ് ഓൾ, ബോർഡ് എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ഒരു പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണും. ഫിസിക്സിലെ ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് പഠിച്ച് മുഴുവൻ മാർക്ക് നേടുന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ 13ാമത്തെ ചോദ്യമാണ് ഫിസിക്സിൽ ആദ്യത്തെ ചോദ്യമായി വരുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആവുന്ന കണ്ടീഷൻ എത്രയാണെന്നാണ്. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കറിയേണ്ടത് ഇമേജ് ഫോർമേഷനാണ്. ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിച്ചു. ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യും. റീട്രേസ് ചെയ്യാനുള്ള കാരണം കൃത്യമായി പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുക. അവിടെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആയി വരുന്നത്. അതൊരു നോർമൽ ഇൻസിഡൻസിൻ്റെ കേസാണ്. സോ ഇതുപോലെ നമ്മൾ തിയറി മാത്രമല്ല, ആ തിയറിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൃത്യമായുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാം. ആ ഡയഗ്രാം ബേസുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ഓരോ ഡയഗ്രത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ്. ഫിസിക്സിലെ റിഫ്ലക്ഷൻ്റെയും റിഫ്രാക്ഷൻ്റെയും ഇമേജ് ഫോർമേഷൻ കൂടാതെ തന്നെ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, ലെൻസിലെ ഇമേജ് ഫോർമേഷൻ, എല്ലാ ഡയഗ്രാംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. 19ാമത്തെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയി തോന്നുമെങ്കിലും ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനിലെ മുഴുവൻ കോൺസെപ്റ്റും പഠിച്ചൊരു കുട്ടിക്ക് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ നേച്ചറും ഇമേജിൻ്റെ പ്രത്യേകതയുമാണ് ചോദിച്ചത്. പക്ഷേ ഏതാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായി ലെൻസിൻ്റെയും മിററിൻ്റെയും ഇമേജ് ഫോർമേഷൻ പഠിച്ചിരിക്കണം. അടുത്ത സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. തീർച്ചയായും ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. പവറിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇക്വേഷൻസും ഫോർമുലകളും അതുപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നിർബന്ധമായി നമ്മൾ പഠിച്ചു പോകേണ്ടത് തന്നെയാണ്. ഈ ഫോർമുലകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 2 or 3 മാർക്ക് നേടിത്തരിക തന്നെ ചെയ്യും. സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാം. 32ാമത്തെ ക്വസ്റ്റ്യനും ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ റെസിസ്റ്റൻസും പവറും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. സെക്ഷൻ സിയിലെ തന്നെ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ റിഫ്രാക്റ്റീവ് എറർ ആണ്. തീർച്ചയായും ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വരുന്ന ചാപ്റ്ററിലെ റിഫ്രാക്റ്റീവ് എറേഴ്സ്, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ് ബയോപ്പിയ, ഈ കാര്യങ്ങൾ ഫിഗർ സഹിതം ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടാകാനുള്ള റീസണും അതിൻ്റെ പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസും അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഓരോ സെക്ഷനിലും വളരെ ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ പഠിക്കുന്നതാണ്. റിഫ്രാക്റ്റീവ് എറേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള ലെൻസുകൾ ഉപയോഗിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾ ഫൈനൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യണം. സെക്ഷൻ ഡിയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായും ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു വലിയ പ്രോബ്ലവുമായിരിക്കും സെക്ഷൻ ഡിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡയഗ്രാംസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ന്യൂമറിക്കൽ ഫോർമുലാസും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടത് നമ്മുടെ സെക്ഷൻ ഡിയിലെ ഈ 5 മാർക്ക് നേടിയെടുക്കാൻ തന്നെയാണ്. സെക്ഷൻ ഇ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. ഇവിടെയാണ് ഒരുപക്ഷെ കാര്യങ്ങൾ വ്യത്യസ്തമായി വരുന്നത്. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനോട് ബന്ധപ്പെട്ട 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമായിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാത്ത ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്. അതിലെ സി പാർട്ട് കുറച്ച് വിശദമായിട്ട് എഴുതണം. സോ 4 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കും, അവസാനത്തെ ക്വസ്റ്റ്യനും 2 മാർക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 50% കോമ്പിറ്റൻസി ബേസ്ഡ് ആണ് നമ്മുടെ CBSE ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള തിയറീസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം ഏറ്റവും മികച്ച മാർക്കാണ്, A1 മാർക്കാണ്. അതിനായി കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടതുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഏറ്റവും മികച്ച മാർക്ക് തന്നെ ഈ വർഷം നേടിയെടുക്കണം. സോ അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായി സൈലം കാത്തുവെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറണം. ഏറ്റവും മികച്ച മാർക്ക് തന്നെ നേടിയെടുക്കണം.